സർ, നേമത്തിലെ ഇലക്ഷനെ കുറിച്ച് ചർച്ചകൾ സജീവമാകുന്നുണ്ട്. താങ്കൾ സജീവമായിട്ട് നേമത്ത് തന്നെ ഉണ്ടാകുമെന്ന് വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടാകുമെന്നും ശബരിനാഥം വരുമെന്നൊക്കെ പറഞ്ഞു. നിയമം കടുക്കും. നേമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. ജയിച്ചപ്പോൾ പിന്നെ 1 പ്രാവശ്യം രാജഗോപാലിനെ പരാജയപ്പെടുത്തിയത്, പിന്നെ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്തി, പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം നേമത്താര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല, ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ. ഞങ്ങൾ ഇതിനകത്ത് മത്സരിക്കാൻ വേണ്ടി പോകണം. പാർട്ടി തീരുമാനത്തിനൊപ്പം തന്നെ ആയിരിക്കും അതൊരു പാർട്ടി എടുക്കുന്ന തീരുമാനം. അത് ഇത്രയും നാൾ 40 വർഷക്കാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്.